വിദ്യാർത്ഥികൾക്ക് വഴികാട്ടികളും അറിവ് പകരുന്നവരുമാണ് അധ്യാപകർ. പൊതുവെ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ. എന്നാൽ കോഴിക്കോട് വടകരയിലെ അധ്യാപകരായ കാവ്യയുടെയും കീർത്തനയുടെയും ജീവിതം നിഗൂഢതകൾ നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ലഹരി കേസിൽ പിടിക്കപ്പെട്ടതോടെയാണ് ദുരൂഹമായ പല ഇടപാടുകളും പുറത്തു വന്നത്. ലഹരി മാഫിയയുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അധ്യാപകരുടെ അക്കൗണ്ടുകൾ വഴിയെന്നാണ് കണ്ടെത്തൽ. സമാനമായ രീതിയിൽ നിരവധി സ്ത്രീകളെ മറയാക്കി ഇവർ ഇടപാടുകൾ നടത്തിയെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത MDMA കേസിൽ അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക് നീളുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കൂരാച്ചുണ്ട് സ്വദേശി K കാവ്യയെയാണ് വടകര പോലീസ് ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. ജൂലൈ 11 അറസ്റ്റിലായ കായിക അധ്യാപികയും കാവ്യയുടെ സുഹൃത്തുമായ കീർത്തന നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ലഹരി കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന പണം സ്വീകരിക്കാൻ അധ്യാപികമാരുടെ അക്കൗണ്ടുകളാണ് ലഹരി സംഘം പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. MDMA വാങ്ങുന്നവർ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കഴിഞ്ഞാൽ ലഹരി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഫോണിലേക്ക് അയച്ചു നൽകും. തുടർന്ന് അവിടെ എത്തുന്ന ഉപഭോക്താക്കൾക്ക് സംഘത്തിലെ മറ്റൊരാൾ ലഹരി കൈമാറുന്നതായിരുന്നു ഇവരുടെ പ്രവർത്തന രീതി. കീർത്തനയുടെ അക്കൗണ്ടിലെത്തുന്ന പണം കാവ്യയുടെ അക്കൗണ്ടിലേക്കാണ് പോയിരുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ലക്ഷങ്ങൾ ഇങ്ങനെ കൈമാറിയിട്ടുണ്ട്. 2000 രൂപ വീതമാണ് കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരുന്നത്. ഇത് വലിയ തുകയായാൽ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് കൈമാറും. അല്ലാതെയും കാവ്യയുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു. ലക്ഷങ്ങളുടെ പണമിടപാടാണ് ഇത്തരം അക്കൗണ്ടുകളിലൂടെ നടന്നിട്ടുള്ളത്. സംഭവത്തിൽ കൂടുതൽ അധ്യാപികമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. നിലവിൽ മറ്റൊരു അധ്യാപിക കൂടി അന്വേഷണ സംഘത്തിന്റെ സംശയനിഴലിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിക്കേസിൽ അറസ്റ്റിലായതോടെ കായികാധ്യാപിക കീർത്തനയെ BRC സ്കൂളിൽ നിന്നും പിരിച്ചുവിട്ടു. ഔദ്യോഗിക പോലീസ് റിപ്പോർട്ട് ലഭിച്ചാലുടൻ കാവ്യക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. രണ്ടുപേരും കരാറടിസ്ഥാനത്തിലാണ് സ്കൂളിൽ ജോലി ചെയ്തിരുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.